CPM എന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ലെന്ന ഡയലോഗ് മുഖ്യമന്ത്രി പിണറായി വിജയന്റേതാണ്. വിഭാഗീയ കാലത്ത് പറഞ്ഞ ഈ വാക്കുകൾ പിൻകാലത്ത് പല കോണുകളിൽ നിന്നും ആവർത്തിക്കപ്പെട്ടിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ CPM-നെ കുറിച്ച് ആർക്കും അറിയാമെന്ന അവസ്ഥയായി. അണികളെ കൊണ്ട് ബോംബുണ്ടാക്കുന്ന പാർട്ടി അവർ ബോംബ് പൊട്ടി മരിച്ചാൽ അവരെ രക്തസാക്ഷികളാക്കി മാറ്റുകയും ചെയ്യും. ഇത് കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു CPM ശൈലിയാണ്. ഇപ്പോഴിതാ ഇതേ ശൈലി തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് പാനൂരിലും. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് CPM രക്തസാക്ഷി സ്മാരകം പണിതു. പാനൂർ തെക്കുമുറിയിലാണ് CPM സ്മാരകം നിർമ്മിച്ചത്. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം. 2015 ജൂൺ 6-നാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടത്. അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ബോംബ് നിർമ്മിച്ചവരെ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. പാർട്ടിക്ക് സംഭവവുമായി ബന്ധമില്ലെന്നും ബോംബ് നിർമ്മിച്ചവർ പാർട്ടി പ്രവർത്തകരല്ലെന്നുമായിരുന്നു കോടിയേരിയുടെ വിശദീകരണം. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷൈജുവിന്റെയും സുബീഷിന്റെയും മൃതദേഹം ഏറ്റുവാങ്ങിയത് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന P ജയരാജനായിരുന്നു. പിന്നീട് 2016 മുതൽ ഇരുവരുടെയും രക്തസാക്ഷി ദിനാചരണം CPM സംഘടിപ്പിച്ചിരുന്നു. 2016 ഫെബ്രുവരിയിൽ CPM നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി. 2016 ജൂൺ 6 മുതൽ സുബീഷ്, ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു. CPM രക്തസാക്ഷികളുടെ പട്ടികയിലും ഇരുവരുടെയും പേരുകളുണ്ട്. ഇതിന് പിന്നാലെയാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. സ്മാരകം ഈ മാസം 22-ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിൽ ബോംബ് പൊട്ടി മരിച്ചയാൾക്കും ഭാവിയിൽ ഇതുതന്നെയാണ് സംഭവിക്കുക എന്നതാണ് പാർട്ടി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും സമാധാനം തകർക്കാനും പാർട്ടി കേന്ദ്രങ്ങളിൽ ബോംബ് നിർമ്മിക്കുന്നത് CPM നേതൃത്വത്തിന്റെ ഒത്താശയോടെ കണ്ണൂരിൽ പതിവാണ്. ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി സഖാക്കൾ മരിക്കുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ പാർട്ടി നേതൃത്വം അവരെ തള്ളിപ്പറയില്ല, വീരപരിവേഷം നൽകി അംഗീകരിക്കും. ഇങ്ങനെ മരിച്ചവർ രക്തസാക്ഷി പട്ടികയിൽ പെടും. രക്തസാക്ഷി മണ്ഡപങ്ങൾ പണിയും. എല്ലാ വർഷവും അനുസ്മരണം നടത്തും. സ്ഫോടനം നടന്ന സ്ഥലപ്പേരുകൾ ചേർത്ത് പുല്യോട് സഖാക്കൾ, കുടിയാൻമല സഖാക്കൾ തുടങ്ങിയ പേരിലാണ് ഇവർ അറിയപ്പെടുക. പരിക്കേറ്റവരുടെ ചികിത്സയും മറ്റു ചെലവുകളും വഹിക്കുന്നത് പാർട്ടി നേതൃത്വമാണ്. കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകും. ഇത് കാലങ്ങളായി തുടർന്നു പോരുന്നതുമാണ്.